ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും കറുത്തൊരു അധ്യായത്തെക്കുറിച്ചാണ്. ഒരു രാജ്യത്തെ മുഴുവൻ 8 ദിവസം മുൾമുനയിൽ നിർത്തിയ ഒരു വിമാനം തട്ടിക്കൊണ്ടുപോകലിൻ്റെ കഥ, IC-814ൻ്റെ കഥ. ഒന്നോർത്തു നോക്കൂ, 1999 ഡിസംബർ 24 ക്രിസ്മസ് ഈവാണ്. ലോകം മുഴുവൻ ആഘോഷങ്ങളുടെ തിരക്കിലാണ്. നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ഇന്ത്യൻ എയർലൈൻസിന്റെ IC-814 എന്ന വിമാനം ഡൽഹിയിലേക്ക് പറന്നുയരുന്നു. അകത്ത് 189 പേരുണ്ട്, യാത്രക്കാരും ജീവനക്കാരും. എല്ലാവരും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് ക്രിസ്മസ് ആഘോഷിക്കാനെത്താനുള്ള ഒരു സന്തോഷത്തിലാണ്. പക്ഷേ ആ വിമാനത്തിന്റെ കോക്പിറ്റിൽ നിന്ന് ക്യാപ്റ്റൻ ദേവി ശരണിന്റെ ശബ്ദം മുഴങ്ങിയ ആ ഒരു നിമിഷം, ആ സന്തോഷങ്ങളെല്ലാം ഒരു പേടി സ്വപ്നമായി മാറുകയായിരുന്നു. എല്ലാം സംഭവിച്ചത് കണ്ണ് ചിമ്മിത്തുറക്കുന്ന വേഗത്തിലായിരുന്നു. ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റിനെ ബന്ദിയാക്കി മുഖം മൂടി ധരിച്ച ഒരാൾ കോക്പിറ്റിലേക്ക് പാഞ്ഞുകയറി. അയാളുടെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു, മറുകൈയിൽ ഒരു രാജ്യം മുഴുവൻ വിറപ്പിക്കാൻ പോകുന്ന ഒരു ഗ്രനേഡും. ആ നിമിഷം മുതൽ ആ വിമാനത്തിന്റെ നിയന്ത്രണം ആ 5 പേരുടെ കയ്യിലായി. അതെ, അവർ 5 പേരായിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള ഹർക്കത്തുൽ മുജാഹിദീൻ എന്ന ഭീകര സംഘടനയിലെ അംഗങ്ങൾ. അവരുടെ നേതാവ് ഇബ്രാഹിം അദർ, കോഡ് നെയിം ചീഫ്. അയാളുടെ നേതൃത്വത്തിൽ ആ 4 പേരും ചേർന്ന് വിമാനത്തിനകത്ത് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. 189 മനുഷ്യരുടെ ജീവൻ അക്ഷരാർത്ഥത്തിൽ അവരുടെ ത്വക്കിൻമുന്നിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെയെല്ലാം മനസ്സിൽ ഒരു ചോദ്യം വരും, അല്ലേ? ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു എയർപോർട്ടിൽ, അതും കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ എയർപോർട്ടിൽ, ഇവർക്കെങ്ങനെ ഇത്രയും ആയുധങ്ങൾ വിമാനത്തിനുള്ളിൽ കയറ്റാൻ പറ്റി? ഇതൊരു സാധാരണ സുരക്ഷാ വീഴ്ചയായിരുന്നില്ല. അതിനു പിന്നിൽ ഞെട്ടിക്കുന്ന ഒരു കഥയുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ലോകം കേട്ടത് ശരിക്കും ഒരു ഞെട്ടലോടെയാണ്. അർഷാദ് ചീമ, ഒരു പാകിസ്ഥാൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ. അയാൾ തന്റെ ഡിപ്ലോമാറ്റിക് പദവി ദുരുപയോഗം ചെയ്തു. ആയുധങ്ങൾ നിറച്ച ഒരു ബ്രീഫ് കേസ് യാതൊരുവിധ പരിശോധനയും കൂടാതെ എയർപോർട്ടിനുള്ളിൽ എത്തിച്ച് ഈ ഭീകരർക്ക് കൈമാറുകയായിരുന്നു. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസത്തിന്റെ നഗ്നമായ ലംഘനമായിരുന്നു. അതേസമയം വിമാനത്തിനുള്ളിൽ ക്യാപ്റ്റൻ ദേവി ശരൺ സമർത്ഥമായി ഒരു നീക്കം നടത്തി. അദ്ദേഹം വിമാനത്തിന്റെ ട്രാൻസ്പോണ്ടർ കോഡ് 7500ലേക്ക് മാറ്റി. ലോകത്തെവിടെയും ഹൈജാക്കിംഗ് എന്ന് സൂചിപ്പിക്കുന്ന കോഡാണത്. ആ സിഗ്നൽ താഴെ കൺട്രോൾ റൂമിലെത്തിയ നിമിഷം തന്നെ കോക്പിറ്റിൽ ഭീകരരുടെ അലർച്ച ഉയർന്നു. ലാഹോറിലേക്ക് വിമാനം തിരിക്കുക. അതോടെ ഡൽഹിയിലേക്കുള്ള ആ യാത്രയുടെ വിധി മാറിമറിയുകയായിരുന്നു. പക്ഷേ ലാഹോറിലിറങ്ങാൻ പാകിസ്ഥാൻ അനുമതി കൊടുത്തില്ല. അതോടെ ഇന്ധനം തീരാറായ വിമാനം നിർബന്ധിതമായി ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു, പഞ്ചാബിലെ അമൃത്സറിലേക്ക്. ഒരുപക്ഷേ ആ ദുരന്തം അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് കിട്ടിയ ഒരേ ഒരു സുവർണാവസരമായിരുന്നു അത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 49 മിനിറ്റ് ആ വിമാനം അമൃത്സറിലെ റൺവേയിൽ കിടന്നു, ഇന്ത്യയുടെ കൺമുന്നിൽ. ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ ആ 189 പേരെയും രക്ഷിക്കാൻ നമുക്ക് കിട്ടിയ വിലപ്പെട്ട 49 മിനിറ്റുകൾ. ഓരോ സെക്കൻഡിനും ജീവന്റെ വിലയുണ്ടായിരുന്ന നിമിഷങ്ങൾ. എന്നാൽ ആ 49 മിനിറ്റ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണപരമായ പരാജയങ്ങളിലൊന്നായി മാറി. വിമാനത്തിന് ഇന്ധനം കൊടുക്കുന്നത് മനഃപൂർവ്വം വൈകിപ്പിച്ചു. ഡൽഹിയിൽ നിന്ന് പുറപ്പെടേണ്ട NSG കമാൻഡോകൾക്ക് അനുമതി കിട്ടാനും വൈകി. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, ഹൈജാക്ക് ചെയ്ത വിമാനം അമൃത്സറിൽ നിന്ന് പറന്നുയർന്നു. അതിനും 6 മിനിറ്റ് കഴിഞ്ഞാണ് നമ്മുടെ കമാൻഡോകളുടെ വിമാനം ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടതുപോലും. ആ അവസരം അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. അമൃത്സറിലെ ഈ കാലതാമസം ഭീകരരെ ശരിക്കും പ്രകോപിപ്പിച്ചു. അവരുടെ ക്രൂരതയുടെ ആദ്യത്തെ ഇരയെ അവർ വിമാനത്തിനുള്ളിൽ തന്നെ കണ്ടെത്തി. റുബിൻ കത്യാൽ, 25 വയസ്സായിരുന്നു പ്രായം. ഹണിമൂൺ കഴിഞ്ഞ് ഭാര്യയോടൊപ്പം മടങ്ങുകയായിരുന്നു അയാൾ. അമൃത്സറിലെ ആ കാലതാമസത്തിന് പ്രതികാരമായി അവർ അയാളെ മൃഗീയമായി കുത്തിക്കൊലപ്പെടുത്തി. വെള്ളത്തിനു വേണ്ടി യാചിച്ച് തന്റെ പ്രിയപ്പെട്ടവളുടെ കൺമുന്നിൽ വെച്ച് റുബിൻ കത്യാൽ മരിച്ചു വീണു. അമൃത്സറിലെ ആ പരാജയത്തിന് രാജ്യം നൽകേണ്ടി വന്ന ആദ്യത്തെ വിലയായിരുന്നു ആ ചെറുപ്പക്കാരന്റെ ജീവൻ. ഒടുവിൽ വിമാനം ലാഹോറിലിറക്കി. അവിടെ വെച്ച് അവർക്ക് ഇന്ധനം കിട്ടി. പക്ഷേ പരിക്കേറ്റവരെ ചികിത്സിക്കാനോ ദാഹിച്ചു വലഞ്ഞ യാത്രക്കാർക്കൊരു തുള്ളി വള്ളം കൊടുക്കാനോ പാകിസ്ഥാൻ തയ്യാറായില്ല. എല്ലാ മനുഷ്യത്വവും അവരവിടെ കാണിച്ചില്ല. എത്രയും പെട്ടെന്ന് ആ വിമാനം അവിടുന്ന് പോകണം, അതായിരുന്നു അവരുടെ ആവശ്യം. അടുത്ത സ്റ്റോപ്പ് ദുബായ് ആയിരുന്നു. അവിടെ പക്ഷേ UAE അധികൃതരുടെ ഇടപെടൽ ഒരു ചെറിയ ആശ്വാസം നൽകി. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം സ്ത്രീകളും കുട്ടികളും അടക്കം 27 യാത്രക്കാരെ വിട്ടയക്കാൻ ഭീകരർ സമ്മതിച്ചു. അതോടൊപ്പം റുബിൻ കത്യാലിന്റെ മൃതദേഹവും അവർ വിട്ടുകൊടുത്തു. ആ ഇരുട്ടിൽ അതൊരു ചെറിയ വെളിച്ചം പോലെയായിരുന്നു. ദുബായിൽ നിന്ന് ആ വിമാനം പറന്നുയർന്ന് ചെന്നിറങ്ങിയത് അക്ഷരാർത്ഥത്തിൽ ചെകുത്താന്റെ മണ്ണിലാണ്, താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ. അതോടെ ഒരു കമാൻഡോ ഓപ്പറേഷൻ എന്ന എല്ലാ സാധ്യതകളും അടഞ്ഞു. ഇന്ത്യയ്ക്ക് നയതന്ത്ര ബന്ധം പോലുമില്ലാത്ത ഒരു ശത്രുരാജ്യത്ത് 178 ഇന്ത്യക്കാരുടെ ജീവൻ കൂടുതൽ അപകടത്തിലായി. കാണ്ഡഹാറിലെ ആ തണുത്തുറഞ്ഞ റൺവേയിൽ
36 മണിക്കൂറോളം നീണ്ട ഒരു നിശബ്ദതയായിരുന്നു. ലോകം മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു. എന്താണ് അവരുടെ ആവശ്യം? ഒടുവിൽ അവർ ആ ആവശ്യം ഇന്ത്യൻ സർക്കാരിന് മുന്നിൽ വെച്ചു. അവർക്ക് പണമല്ലായിരുന്നു വേണ്ടിയിരുന്നത്. പകരം ഇന്ത്യൻ ജയിലിൽ കഴിയുന്ന ഒരാളെ മോചിപ്പിക്കണം. അതായിരുന്നു അവരുടെ ആവശ്യം. ആരായിരുന്നു ഈ മൗലാന മസൂദ് അസ്ഹർ? ഒരു വിമാനം രാഞ്ചി 178 പേരെ ബന്ദികളാക്കി മോചിപ്പിക്കാൻ മാത്രം ആരായിരുന്നു അയാൾ? മസൂദ് അസ്ഹർ ഒരു സാധാരണ ഭീകരനായിരുന്നില്ല. അയാൾ ഹർക്കത്തുൽ അൻസാർ എന്ന ഭീകരസംഘടനയുടെ ബുദ്ധികേന്ദ്രമായിരുന്നു. അയാളുടെ തീപ്പൊരി പ്രസംഗങ്ങൾ കേട്ട് ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് ഭീകരവാദത്തിലേക്ക് വന്നത്. 1994 കശ്മീരിൽ വെച്ച് അറസ്റ്റിലായ ഇയാളെ മോചിപ്പിക്കാൻ ഇതിനു മുൻപും പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. ഭീകരർക്ക് അത്രയും വിലപ്പെട്ട ഒരുവനായിരുന്നു അയാൾ. അതുകൊണ്ടാണ് അയാൾക്ക് വേണ്ടി മാത്രം ഇങ്ങനൊരു ഓപ്പറേഷൻ അവർ നടത്തിയത്. ഇനി ഇന്ത്യയുടെ മുന്നിൽ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ: ചർച്ചകൾ. ഒരു വശത്ത് 178 മനുഷ്യരുടെ ജീവൻ, മറുവശത്ത് രാജ്യത്തിന്റെ സുരക്ഷ. ഈ അസാധ്യമായ ദൗത്യമേറ്റെടുത്ത് ഇന്നത്തെ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ ഉൾപ്പെടുന്നൊരു സംഘം കണ്ടഹാറിലേക്ക് പറന്നു. ദിവസങ്ങളോളം നീണ്ടുനിന്ന ചർച്ചകൾ. ഭീകരരുടെ ആദ്യത്തെ ആവശ്യം 36 ഭീകരരെ വിട്ടേക്കണം, കൂടെ $200 മില്യൺ വേണം എന്നായിരുന്നു. എന്നാൽ ഇന്ത്യൻ സംഘം മണിക്കൂറുകളോളം വിലപേശി. ഒടുവിൽ പണമൊന്നും നൽകാതെ 3 ഭീകരരെ മാത്രം മോചിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് ഇന്ത്യക്ക് എത്തേണ്ടി വന്നു. അത് കൈപ്പേറിയൊരു തീരുമാനമായിരുന്നു. 178 ജീവനുകൾക്ക് പകരമായി രാജ്യം നൽകിയ വലിയൊരു വില. പുതുവത്സരത്തിന്റെ തലേന്ന് 8 ദിവസം നീണ്ട ആ നരകയാതനകൾക്ക് അവസാനമായി. യാത്രക്കാർ സ്വതന്ത്രരായി. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിന് രാജ്യം കൊടുത്ത വില വളരെ വലുതായിരുന്നു. വരാനിരിക്കുന്ന ഒരുപാട് ദുരന്തങ്ങളുടെ ഒരു തുടക്കം മാത്രമായിരുന്നു അത്. കാരണം മോചിതനായ മസൂദ് അസ്ഹർ പാകിസ്ഥാനിലെത്തിയത് ഒരു വീരപരിവേഷത്തോടെയാണ്. അവിടെ വെച്ച് അയാൾ പുതിയതും കൂടുതൽ ക്രൂരമായ ഒരു ഭീകര സംഘടന രൂപീകരിച്ചു: ജെയ്ഷെ മുഹമ്മദ്. അതിനുശേഷം ഇന്ത്യ കണ്ടത് ചോരപ്പുഴകളാണ്. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ഭീകരാക്രമണത്തിലെ പങ്ക്, 2016 പത്താൻകോട്ട് ആക്രമണം, ഒടുവിൽ 2019 പുൽവാമ. ഇന്ത്യയുടെ നെഞ്ചിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച ഈ ആക്രമണങ്ങളുടെയെല്ലാം പിന്നിൽ മസൂദ് അസ്ഹറും അയാളുടെ ജെയ്ഷെ മുഹമ്മദുമായിരുന്നു. അന്ന് നമ്മൾ മോചിപ്പിച്ചത് ഒരു വ്യക്തിയെയായിരുന്നില്ല, ഇന്ത്യയെ നിരന്തരം വേട്ടയാടിയ ഒരു ദുർഭൂതത്തെയായിരുന്നു. പക്ഷേ ഈ ദുരന്തം ഇന്ത്യയ്ക്ക് ചില വിലപ്പെട്ട പാഠങ്ങൾ നൽകി. നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളിലെ പാളിച്ചകൾ അത് നമുക്ക് മുന്നിൽ തുറന്നുകാട്ടി. ആ തീയിൽ നിന്നാണ് പുതിയൊരു ഇന്ത്യ ഉദയം ചെയ്തത്. അതിനുശേഷം രാജ്യത്തെ എയർപോർട്ട് സുരക്ഷ അടിമുടി മാറി. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ വ്യക്തമായ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാക്കി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇന്ത്യ എടുത്തു: ഇനി ഭീകരരുമായി യാതൊരു തരത്തിലുമുള്ള ചർച്ചകൾക്കില്ല. അതൊരു ഔദ്യോഗിക നയമായി മാറി. ഇന്ന് പുറത്തുനിന്ന് നമുക്ക് പലതും പറയാം. ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് വിമർശിക്കാം. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കൺമുന്നിൽ 178 ജീവനുകൾ ഒരു നൂൽപ്പാലത്തിൽ തൂങ്ങിക്കിടക്കുന്നു. ഒരു സൈനിക നടപടിക്കും സാധ്യതയില്ല. അങ്ങനെയൊരു സാഹചര്യത്തിൽ ശരിക്കും അവർക്ക് മുന്നിൽ വേറെന്തെങ്കിലും വഴിയുണ്ടായിരുന്നോ? ഈയൊരു ചോദ്യം ഇന്നും ഒരു ഉത്തരമില്ലാതെ ബാക്കിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വിവരണം ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കണ്ട എല്ലാവർക്കും നന്ദി.